തോന്നുന്നു? ഈ ഒരു റിസൾട്ട് യാഥാർത്ഥ്യമായിട്ട് വലിയ ബന്ധം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ കാരണം ഒരുപക്ഷെ നമ്മുടെ ഓൺലൈനിൽ വന്ന ഹിറ്റ് മെജോറിറ്റി ഗൾഫിൽ നിന്ന് ഹിറ്റ് ചെയ്ത ആളുകളെ. അതെ. അപ്പൊ ഗൾഫിലെ ഒരു രാഷ്ട്രീയം വെച്ചിട്ടുള്ള അതില്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം വെച്ചിട്ടുള്ള ഹിറ്റിന്റെ ഒരു റിസൾട്ട് എന്നുള്ള നിലക്ക് ഇത് കറക്റ്റാണ്. പക്ഷെ കേരളത്തില് മിക്കവാറും എന്റെ ഒരു ഇതിന് വലിയൊരു വ്യത്യാസം LDF UDF തമ്മില് ഇത്തവണ ഉണ്ടാവില്ല. പിന്നെ BJP കാൻഡിഡേറ്റ് പറഞ്ഞാൽ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഇത്തവണ കേരളത്തിൽ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് എന്റെ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ. അതുപോലെ ഇപ്പോ ഇത് പ്രവാസികളുടെ വോട്ടെടുപ്പ് ആയതുകൊണ്ട് തന്നെ പ്രവാസികൾ ഇങ്ങനെ UDF പിന്തുണച്ച് വന്നാൽ പിന്നെ ആദ്യമായിട്ട് വോട്ടവകാശം ലഭിച്ച ഒരു ചരിത്രപരമായ പ്രാധാന്യം ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു ഇലക്ഷന്. അപ്പൊ ആ ഒരു വിഷയത്തില് പിന്നെ ഇങ്ങനെ വോട്ടെടുപ്പിൽ കൂടി ഇപ്പം പ്രവാസികളും കൂടി അനുകൂലിച്ചു വരുന്ന UDF സർക്കാർ വരികയാണെങ്കിൽ ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഈ പിന്നെ വിഷമം വഹിക്കുന്ന പ്രവാസികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുകൂലമായ ഒരു നിലപാട് സർക്കാരിന് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അതോ ഇത്രയും കാലത്തെ പോലെ തന്നെ ആയിരിക്കുമോ? ഒരു സാധ്യതയില്ല. ഈ രാഷ്ട്രീയത്തിൽ വരുന്നത് ഇടതുപക്ഷാണെങ്കിലും വലതുപക്ഷാണെങ്കിലും അവർക്ക് അവരുടേതായ കുറെ അജണ്ടകളും കാര്യങ്ങളുണ്ട്. അത് അവര് വ്യക്തിപരമായിട്ടും കൂട്ടായ്മയായിട്ടും നടത്തും. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ രാഷ്ട്രീയക്കാർക്ക് വരണം, അതിനവർക്ക് സ്വീകരണം കിട്ടണം, അവരിങ്ങനെ കൊണ്ടു നടക്കാൻ ആളുകൾ വേണം. അപ്പൊ അതിന്റെ കെയറോഫില് നാട്ടിലൊന്നും ഒരിക്കലും ഒന്നും ആകാൻ സാധ്യതയില്ലാത്ത കുറെ ആളുകൾക്ക് ഇവിടെ ആളാകാൻ വേണ്ടി കുറെ സംഘടനകൾ എന്നുള്ള അല്ലാതെ അതിനോടൊന്നും ഒരു നയാ പൈസന്റെ കാര്യം നടക്കാൻ പോകുന്നില്ല. നിങ്ങളെ കയ്യിൽ പൈസ ഉണ്ടോ, നിങ്ങൾക്ക് സ്വാധീനമുണ്ടോ, നിങ്ങളെ പണി നടക്കും. അതല്ലാതെ വേറെ ഒരു സംഗതി നടക്കില്ല. അപ്പൊ പിന്നെ ഇപ്പൊ പ്രവാസികൾ സാധാരണ നമ്മൾ പറയുന്നുണ്ട് സമ്മർദ്ദ തന്ത്രം, അതുപോലെ തന്നെ കൂട്ടായ്മയിലൂടെ നമുക്ക് ഒച്ച ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ശബ്ദമുയർത്തിയാൽ. കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു സംഗതി ഇവിടെ എവിടെയാണ് നടക്കുന്നത്? കൂട്ടായ്മയില്ലല്ലോ. നിങ്ങൾ ഒരു കൂട്ടത്തിലാണെങ്കിലും നിങ്ങൾ ലീഗുകാരനോ അല്ലെങ്കിൽ നിങ്ങൾ മാർക്സിസ്റ്റുകാരനോ അല്ലെങ്കിൽ നിങ്ങൾ കോൺഗ്രസ്സുകാരനാണ്. നിങ്ങൾ എവിടെയാണ് ഒരു പ്രവാസി കൂട്ടായ്മ ഉള്ളത്? ഇവിടെ ഉള്ളത് പൊളിറ്റിക്കൽ ഗ്യാതറിംഗ് ആണ്, അല്ലാതെ ഇതല്ല. അതൊക്കെ നമ്മൾ തുറന്നു പറയുന്ന ആളുകൾക്ക് വിഷമം ഉണ്ടാവും, പക്ഷെ സത്യതാണ്. സംഗതി ഇല്ലല്ലോ. കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലീഗാരം നടത്തുമ്പോ അതിന് മാർക്സ് പാർട്ടിക്കാരൻ നടത്തുമ്പോ അതിന് ലീഗാരം തിരിച്ചു മറിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കും. അല്ല, അപ്പൊ ഇത്രയും കാലത്തെ ഒരു പരിചയമുള്ള ഒരു പത്രപ്രവർത്തകൻ എന്ന നിലക്ക് ഈ വിഷയത്തില് താങ്കൾക്കും ഒരു പങ്ക് ഇല്ലേ? അതിനെ ഒരു പ്രവാസികൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലൊരു കോൺട്രിബ്യൂഷൻ ചെയ്യാൻ? കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ആദ്യം തന്നെ നമ്മളെ ഈ സകല സംഗതികളും ഒരു രാഷ്ട്രീയം വെച്ചിട്ട് നടത്തുന്ന ഒരു രീതി നിർത്തലാക്കണം ആദ്യം തന്നെ. കാര്യങ്ങൾ നമ്മൾ ഓരോ ഇഷ്യൂ ഫാക്ട് ബേസ്ഡ് ആയിട്ട് സോൾവ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതാണ് എല്ലാ രാജ്യത്തും വേണ്ടത്. മറ്റു രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന അതാണ്. നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ രാഷ്ട്രീയക്കാരാവാൻ വേണ്ടി ജനിച്ച് മരിക്കുന്നത് വരെ അവർക്ക് മന്ത്രിയോ MP എന്തെങ്കിലും ആകണം. യങ് ജനറേഷന് യാതൊരു സാധ്യതയും അവർ കൊടുക്കുന്നില്ല. ഈ പറഞ്ഞ ആളുകളൊന്നും തന്നെ പ്രവാസികൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വളരെ വളരെ വിസിബിൾ ആണ് ഈ സംഗതി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നിങ്ങളൊരു റിക്വസ്റ്റ് ഒരു മിനിസ്റ്റർ കൈ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ പോയി 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ആ ഹോട്ടൽ മുറി കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സാധനം കിട്ടും, നിങ്ങൾ കൊടുത്ത റിക്വസ്റ്റ്. അതല്ല എങ്കിൽ അയാളെ കൂടെ കൊണ്ടു നടന്നിരുന്ന ഗൾഫിലുള്ള അയാളുടെ സപ്പോർട്ടറിന്റെ ബാഗിൽ നിന്നിട്ട് നിങ്ങൾ കൊടുത്ത റിക്വസ്റ്റ് കിട്ടും. അപ്പൊ അത്രയും വളരെ മോശമായ രീതിയിൽ നിങ്ങളൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നമ്മളെയൊക്കെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ലീഡ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ മൈനറായിട്ട് അവരുടെ കുട്ടിക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷന് അല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ ഇന്ത്യനൊക്കെ അറിയാം, കണ്ടോ അയാൾ എന്നെ വിളിക്കണേ, ഇങ്ങനെയൊക്കെ വളരെ വളരെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് ഒരാനന്ദം കിട്ടുക എന്നുള്ളതല്ലാതെ ഇതുകൊണ്ടൊന്നും ഇതിപ്പോ ഒരു പത്രപ്രവർത്തകൻ എന്നുള്ളവർക്ക് എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാൻ ഒരു പാർട്ടിയോടും യാതൊരു ആഭിമുഖ്യമുള്ള ആളല്ല. അങ്ങനത്തെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയാൾ പറഞ്ഞ ആരും കേൾക്കൂല, എല്ലാവർക്കും ദേശീയമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ വോട്ടവകാശം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് വോട്ടവകാശം ആണല്ലോ ഒരു സമ്മർദ്ദം എന്ന് പറയുന്ന ഒരു സംവിധാനം.
കാരണം വോട്ടവകാശം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് സാങ്കേതികമായിട്ട് ഒരു ഗൾഫുകാർക്ക് ഒരു ഗുണം ലഭിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ അപ്പോഴും ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്. ആ പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നത്. ഇവിടെ ഒരു പാർട്ടിയും ഗൾഫുകാരനെ ഇപ്പൊ നിങ്ങൾ നേരത്തെ ചോദ്യത്തിൽ എന്നോട് ചോദിച്ചു UDF വന്ന് പ്രവാസികളെ സപ്പോർട്ട് ചെയ്യുന്നു. UDFും LDFും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇവർക്ക് ചില അജണ്ടകൾ ഉണ്ട്. ആ അജണ്ടന്റെ പിന്നാലെ ഇങ്ങനെ പോകുന്നു. അത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, എലക്ഷന്റെ തൊട്ട് പിന്നാലെ കുഞ്ഞാലിക്കുട്ടി റോഫ് ഇഷ്യൂ LDF ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു. എന്താ സാധനം ഇപ്പൊ എവിടെ പോയി? അത് ഇലക്ഷനൊക്കെ ഒപ്പ് കളിക്കാനുള്ള ആളുകളെ വെറും മക്കാറാക്കാനുള്ള ചില പരിപാടികളാണ്, ചില നാടകങ്ങളാണ് ഇതൊക്കെ. അത് അതിന്റെ സർക്കാരിന്റെ മറ്റവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷെ നടക്കുന്ന ഓരോ സംഗതികളും എസ്പെഷ്യലി ചാനലുകൾ വന്നതിന് ശേഷം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സംഗതിക്ക് ഫോളോ അപ്പ് ഇല്ല. ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ആ സംഗതിയെ കുറിച്ച് അന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വളരെ യാതൊരു ബേസും ഇല്ലാതെ അതിനെ കുറിച്ച് സംസാരിക്കുന്നു. ഏതെങ്കിലും ഇന്റർനെറ്റിൽ കണ്ട എന്തെങ്കിലും ഇൻഫർമേഷൻ വെച്ചിട്ട് ഈ സംഭവത്തെ കുറിച്ച് വിശദീകരിക്കുന്നു. പിറ്റേന്ന് രാവിലെ അതാ വേറൊരു സംഭവം വരുന്നു, നേരെ അതിന്റെ പിന്നാലെ പോവാണ്. തലേന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്ത വിഷയം അത് രാഷ്ട്രീയമാവാം, ക്രൈം ആവാം, ഇതിനെ കുറിച്ചൊരു പിറ്റേന്ന് യാതൊരു ഫോളോ അപ്പും ആരും നടത്തുന്നില്ല. ആ സംഭവം എന്തായിപ്പോയി, അയാൾ എന്തായിപ്പോയി, അല്ലെങ്കിൽ അയാളെ ശിക്ഷിച്ചോ, ഇതൊക്കെ അറിയാൻ ഇവിടുത്തെ ആളുകൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ മൊത്തത്തില് രാഷ്ട്രീയവും നീതിയും ഇതെല്ലാം കൂടി മിക്സായ ഒരു സിറ്റുവേഷനാണുള്ളത്. നാട്ടിൽ ആരെ വേണമെങ്കിലും എന്തും ചെയ്യാം, അതിനെ പറ്റിയാക്കാം. അപ്പൊ ഇതില് പ്രവാസികൾക്ക് വോട്ട് കിട്ടി എന്നുള്ളതൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു കാര്യം മാക്സിമം പോയി കഴിഞ്ഞാല് ഇതിൽ ചെയ്യാൻ പറ്റുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടുന്നുള്ള ആളുകളുടെ രാഷ്ട്രീയം നോക്കാതെ കുറെ ആളുകളുടെ ഒരു വളരെ പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു ബോഡി ഉണ്ടാക്കിയിട്ട് അവരെ കേരളത്തിന്റെ പുരോഗതിയിലേക്ക് വേണ്ട കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കുക. അത് ഭരണം മാറിയാലും ആ ബോഡി മാറാൻ പാടില്ല. അതിന് ചില സെർട്ടൻ പവറൊക്കെ ആദ്യം ഡിഫൈൻ ചെയ്തിട്ട് കൊടുക്കുകയും വേണം. അങ്ങനൊക്കെ നടന്നു കഴിഞ്ഞാൽ അതല്ലാതെ പിന്നെ അത് ഭരണം മാറുമ്പോ അതിലെ കപ്പിച്ച് മുഴുവൻ മാറി. പിന്നെ പഴയ ആൾക്കാർ കുറെ തീരുമാനക്കെടുത്തി ആ കേരളത്തോട് ക്യാൻസൽ ചെയ്യുക. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തമാശ, നമ്മളൊരു സിനിമ കാണുന്ന രീതിയിൽ ഇതൊക്കെ കണ്ട് അതിൽ നിന്ന് രസിക്കാം എന്നുള്ളതല്ലാതെ ഈ സംഗതിന്റെ പിന്നാലെ സീരിയസ് ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആരാണെങ്കിലും പോകുന്ന ആളുകളൊക്കെ കുട്ടികളാണെന്നുള്ളതാണ്. അതിന്റെ തലപ്പത്തിൽ പിന്നെ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് കുറച്ച് ബെനിഫിറ്റ് ഒക്കെ ഉണ്ടാവും. അയാളൊരു പക്ഷേ ഒരു നല്ല ട്രെയിനർ ആയിരിക്കും, അയാൾക്ക് നാട്ടിലെന്തെങ്കിലും ആവശ്യം ഉണ്ടാവും, നല്ല ഇവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ഫൈൻ, ഗുഡ്. സാധാരണക്കാർക്ക് വലിയ പ്രയോജനം ഒരു പ്രയോജനം സാധാരണക്കാരനെന്നും സാധാരണക്കാരനായി ആർക്കോ ഹിന്ദാബാദ് വിളിച്ച് അയാളുടെ ജീവിതം അയാൾ മരിച്ചു, നാട്ടുകാരോ അയാൾ മരിച്ചില്ല, പാവപ്പെട്ട നല്ലൊരു മനുഷ്യനായിരുന്നു, ഇതിലപ്പുറം ഒന്നും പ്രതീക്ഷിക്കേണ്ടതാണ് എന്റെ അഭിപ്രായം. ഇനിയിപ്പോ അവസാനമായിട്ടൊരു ചോദ്യം. ഇപ്പൊ പ്രവാസ ജീവിതത്തിൽ ഒരുപാട് കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് നിൽക്കും, പ്രവാസികളുടെ പിന്നെ ഒരുപാട് പരിചയമുള്ള നിൽക്കും, പത്രപ്രവർത്തനം നിൽക്കും, സാധാരണ പ്രവാസികളോട് ഈ അവസരത്തിൽ ഇപ്പൊ നിങ്ങളുടെ ഈ ഒരു സംസാരം ഒരുപാട് ആൾക്ക് കേൾക്കാം, ആയിരക്കണക്കിന് ആള് ഓൺലൈനിൽ കേൾക്കാൻ പോകുന്നതാണ്. അപ്പൊ ആ ഒരു വിഷയത്തിൽ താങ്കൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു മെസ്സേജ്, ഒരു സന്ദേശം എന്തായിരിക്കും? സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ പ്രവാസികളിൽ നല്ലൊരു ശതമാനം വന്നിട്ടുള്ളത് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ തീർക്കാനും അവരുടെ നാട്ടിൽ ഒരു പുരോഗതിയിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ അവർ അതിന്റേതായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അവരുടെ വെൽത്തും അവരുടെ സമ്പാദ്യമൊക്കെ എങ്ങനെ ചെലവഴിക്കണം, അത് എങ്ങനെ നല്ല രീതിയിൽ ഒരു ഷോർട്ട് ടൈം ഒരു 5-10 കൊല്ലത്തിന്റെ ഉള്ളിൽ അവർക്ക് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് നാട്ടിൽ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാം, അനാവശ്യമായി ചെലവാക്കാതെ, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു 10-12 കൊല്ലം കൊണ്ട് അത്യാവശ്യം ജീവിക്കാൻ പറ്റിയ ഒരു നിലപാട് ഒരു രീതിയിലേക്ക് വളർന്നാൽ തിരിച്ചു പോകാൻ പറ്റും. അതല്ലാതെ നമ്മള് രാഷ്ട്രീയം വേണ്ടെന്നല്ല പറഞ്ഞത്. രാഷ്ട്രീയം, ശരിക്കുള്ള രാഷ്ട്രീയം നിങ്ങൾക്ക് രാജ്യത്തിന്റെ പുരോഗതിക്കും ജനങ്ങളുടെ നന്മക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അത് നല്ലത്. അതല്ല ഇപ്പം നടക്കുന്നത്, അത് പക്ക ഒരു
ക്ലിയർ ആയിട്ടും ഒരു ഏതോ ഒരു പാർട്ടിക്ക് വേണ്ടി ഏതോ ഒരു നേതാവിന് വേണ്ടി വെറുതെ ഇതിന്റെ സംഭവത്തിന്റെ യാതൊരു വസ്തുത അറിയാതെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. നമുക്ക് സ്വന്തമായിട്ടുള്ള ബുദ്ധി, സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ലാതെ വേറെ ആരുടെയോ അഭിപ്രായങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതിനൊന്നും ആവശ്യം ഒരു പ്രവാസിനെ സംബന്ധിച്ചിടത്തോളായാലും മറ്റുള്ള ആളുകൾക്കായാലും ഇല്ല. നമുക്ക് നമ്മുടെ ടാർഗറ്റ് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നല്ല രീതിയിൽ നോക്കുക, അത് നല്ല രീതിയിൽ ചെലവഴിക്കാനും സേവ് ചെയ്യാനും നോക്കുക. അല്ലാതെ എസ്പെഷ്യലി ഈ നാട്ടിൽ നമ്മളൊക്കെ വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാണ്. അതെല്ലാരും 98% ആളുകൾ എംപ്ലോയ്മെന്റ് കിട്ടലാണ്, ജോലി ഇവിടെ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഒന്നും ആരും മനസ്സിലില്ല. അത് നമ്മളൊന്ന് മനസ്സിലാക്കണത് നല്ലതാണ്.